ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ച് മുട്ടയോ ഓവനോ ബീറ്ററോ ഇല്ലാതെ നമുക്ക് കേക്ക് റെഡിയാക്കാം. അതിനായി 3/4 കപ്പ് ശർക്കര, 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായി തിളക്കണം. ആ സമയത്ത് ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിലേക്ക് നമ്മളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് റേസിൻസ്, കാഷ്യൂ നട്ട്സ്, വാൾനട്ട്സ്, ഡേറ്റ്സ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും പട്ട, ഗ്രാമ്പു പൊടിച്ച മസാലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതൊന്ന് സോക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക. അരിപ്പയിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലകളും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 പ്രാവശ്യം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് കട്ട തൈര്, 1/4 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഇത്രയും ചേർത്ത് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളുടെ അരിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കുറേശ്ശെയായി ചേർത്ത് ഇതേപോലെ മെല്ലെ ഇളക്കി കൊടുക്കണം. ഒരുമിച്ച് ഒരിക്കലും പൊടി ചേർക്കരുത്. ഇപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ വരഞ്ഞ് ഒരു കുക്കറിൽ ഒരു തട്ട് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 45 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എന്തെങ്കിലും സംശയമുള്ളവർക്ക് അതുകൂടി കണ്ടു നോക്കാം. ഇത് വളരെ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ സ്പോഞ്ചിയായ ഈ കേക്ക് മുട്ടയോ ഓവനോ ഒന്നുമില്ലാതെ റെഡിയാക്കി എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.